ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL 2025 മെഗാ ഓപ്ഷൻ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഓരോ ടീമുകളും അവരവരുടെ ഒഫീഷ്യൽ സ്ക്വാഡൊക്കെ പുറത്തുവിടുകയാണ്. നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെയും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെയും RCBയുടെയും സ്ക്വാഡുകളെ കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ഓരോ ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ആരായിരിക്കും എന്നുള്ളതാണ്. അതെ, 2025 സീസണിൽ IPL സീസണിൽ ഓരോ ടീമുകളെയും നയിക്കാൻ പോകുന്ന നായകന്മാർ ആരായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ചില ടീമുകൾ ഒഫീഷ്യലി അവരുടെ ക്യാപ്റ്റന്മാർ ആരായിരിക്കും എന്നുള്ളത് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു ചില ഫ്രാഞ്ചൈസികൾ ബിഗ് നെയിംസിന് വലിയ താരങ്ങളെ അവരുടെ സ്ക്വാഡിലേക്ക് ക്യാപ്റ്റനാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതായാലും ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് 2025 IPLൽ ആരായിരിക്കും ഓരോ ടീമുകളെയും നയിക്കാൻ പോകുന്ന ക്യാപ്റ്റന്മാർ എന്നുള്ളതാണ്. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ തന്നെ MIയെ നയിക്കാനുണ്ടാവും. ലക്നോ സൂപ്പർ ജയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതെ, ഋഷഭ് പന്തിനെ അവർ കൊണ്ടുവന്നത് വലിയ തുക കൊടുത്തുകൊണ്ടാണ്. റെക്കോർഡ് തുക. IPL മറ്റൊരു താരത്തിനും ഒരു ടീമുകളും ഇത്രയും വലിയ തുക ചിലവഴിച്ചിട്ടില്ല. ഋഷഭ് പന്തിനെ 27 കോടി എന്ന വമ്പൻ തുക കൊടുത്തുകൊണ്ട് LSG കൊണ്ടുവന്നത് അവരുടെ ക്യാപ്റ്റൻ എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയായിരിക്കണം. LSGയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ആവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. CSKയുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ്. പഞ്ചാബ് കിങ്സ് ആണ് കഴിഞ്ഞ സീസണിൽ നിന്നും ക്യാപ്റ്റനെ മാറ്റിയിട്ടുള്ള മറ്റൊരു ടീം. പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റനായിട്ട് ശ്രേയസ് അയ്യർ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഋഷഭ് പന്തിന് ശേഷം ഏറ്റവും വലിയ തുക കൊടുത്തുകൊണ്ട് ഒരു IPL ടീം വാങ്ങിയിട്ടുള്ള താരം കൂടിയാണ് ശ്രേയസ് അയ്യർ. 26.75 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് PBKs അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റനാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാവണം PBKs അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളതും. മറ്റൊരു ടീം ക്യാപ്റ്റനെ മാറ്റിയിട്ടുള്ള മറ്റൊരു ടീം RCB ആണ്. കഴിഞ്ഞ സീസണിൽ RCB നയിച്ചിട്ടുള്ള നായകൻ ഫാഫ് ഡുപ്ലസിസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ RCB അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിരാട് കോഹ്ലി RCBയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരികെ എത്തുന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ RCB ആരാധകർക്ക് അതൊരു വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ഏതായാലും RR രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ അത് സഞ്ജു സാംസൺ തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡൽഹി ക്യാപിറ്റൽസ് ആണ് ക്യാപ്റ്റനെ മാറ്റിയിട്ടുള്ള മറ്റൊരു ടീം. നമുക്കറിയാമല്ലോ, 14 കോടിക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് KL രാഹുലിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ രാഹുലിനെ അവർ നായക സ്ഥാനത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നതെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായിട്ട് KL രാഹുൽ വരികയാണെങ്കിൽ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, LSGയും അതുപോലെ ഡൽഹി ക്യാപിറ്റൽസും നേരെ അവരുടെ ക്യാപ്റ്റന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് ചെയ്യുന്നത്. KKRന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ആര് വരും? വെങ്കടേഷ് അയ്യറിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ റിങ്കു സിംഗിനെ ക്യാപ്റ്റൻ ആക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. ഏതായാലും SRHന്റെ നായകൻ പാറ്റ് കമ്മിൻസും അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ അത് ശുഭ്മൻ ഗില്ലുമാണ്. ആ ഒരു കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് 2025 IPL സീസണിൽ ഓരോ ടീമുകളെയും നയിക്കാൻ പോകുന്ന ക്യാപ്റ്റന്മാരായിട്ട് വരുന്നത്.